അപകടത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് അന്താരാഷ്ട്ര ചട്ടങ്ങൾ പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുമെന്ന് അന്നത്തെ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ ഉറപ്പു നൽകിയതാണ്. എന്നാൽ അതുണ്ടായില്ല. മാത്രവുമല്ല, എയർ ഇന്ത്യ നിയമപരമായും അല്ലാതെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ പരമാവധി ദ്രോഹിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇന്നും. കേന്ദ്ര സർക്കാരും ഈ ഒത്തുകളിയിൽ സജീവ പങ്കാണ് വഹിച്ചുവരുന്നത്. 160 പേരാണ് അപകടം പിണഞ്ഞ വിമാനത്തിലുണ്ടായിരുന്നത്. അവരിൽ 8 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇവരിൽ 2 പേർ മലയാളികളാണ്. കണ്ണൂർ കറുമാത്തൂർ സ്വദേശി KP മായൻകുട്ടിയും കാസർഗോഡ് ഉദുമ സ്വദേശി കൃഷ്ണനുമായിരുന്നു അവർ. ഉമ്മുൽകുവൈനിലെ ഫോക്കസ് റിയൽ എസ്റ്റേറ്റ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് മായൻകുട്ടി. കൃഷ്ണന് ഇന്നും ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. ഇരകളിൽ പലരുടെയും കുടുംബാംഗങ്ങൾ കേസുമായി അധികം മുന്നോട്ടു പോകാൻ സാധിക്കാത്തതു കാരണം കുറഞ്ഞ തുക നഷ്ടപരിഹാരം വാങ്ങി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ നിയമപോരാട്ടം തുടരുമെന്നാണ് മായൻകുട്ടിയെപ്പോലെ ചിലർ ഇന്നും വ്യക്തമാക്കുന്നത്. മരിച്ചവർക്ക് എഴുതി കൊടുക്കാമെന്നും ഞങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഗവൺമെൻറ്റിൽ നല്ലൊരു ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിന്ന് അവൾ കുറേ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ജോലി കിട്ടുന്ന പ്രതീക്ഷയോടെ ഇരുന്നു. ഇപ്പം കൃഷ്ണനൊക്കെ പണിയുന്നില്ലാതെ ഈ 3 വർഷം നാട്ടിൽ അലഞ്ഞടക്കിയായിരുന്നു. ഇവർ ജോലി തരുന്ന അപേക്ഷകളും കൊടുത്ത് കാത്തിരുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരെങ്കിലും തങ്ങളുടെ കാര്യത്തിൽ സജീവ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇരകൾ. MC നാസർ, മീഡിയ 1, ദുബൈ.